ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് 23 പ്രഭാതത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം 20 അധ്യായമാണ്. വളരെ സങ്കടകരമായിരിക്കുന്ന കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളൊരു അധ്യായമാണിത്. ഇസ്രായേലിലെ ഒരു ഗോത്രം തന്നെ ഏതാണ്ട് ഭാഗികമായി ഇല്ലാതെയാകുന്ന ഒരു ചരിത്രമാണ്, സംഭവമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഗിബെയോന്യർ അവർ ബെന്യാമീന്യരാണ്. അവർ നീചമായ പാപങ്ങൾക്ക് വിധേയരായി തീർന്നു. ഒടുവിൽ എന്താണ്, ആ ഭോഗിക്കപ്പെട്ട് കൊല്ലപ്പെട്ടതായിരിക്കുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് തൻ്റെ ദാസനുമായിട്ട് ആ ഡെഡ് ബോഡി മൃതശരീരം വഹിച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് 12 ഭാഗങ്ങളായി ആ ബോഡിയെ മുറിച്ച് ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിനും കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചാലോചിക്കുക എന്ന്. ചരിത്രം ഞാൻ വിചാരിക്കുന്നു രേഖപ്പെടുത്തിയായിരിക്കും അയച്ചത് സംഭവിച്ച കാര്യങ്ങൾ. ആ സംഭവിച്ച കാര്യങ്ങൾ വായിക്കുകയും ഈ മാംസകഷ്ണങ്ങൾ അവരുടെ മുൻപിൽ അത് തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവർ തമ്മിൽ ആലോചിച്ചു. അവരവസാനം തീരുമാനിച്ചു, ഇസ്രായേലിലുള്ളതായിരിക്കുന്ന 11 ഗോത്രങ്ങളും ഈ ബെന്യാമീൻ ഗോത്രത്തിനെതിരെ ഗിബെയോനിലേക്ക് യുദ്ധത്തിന് പോകണം. ഈ പാപം ചെയ്തായിരിക്കുന്ന നീചന്മാരെ ഏൽപ്പിച്ചു തരണമെന്ന് നമുക്ക് അവരോട് ആവശ്യപ്പെടണം. അങ്ങനെ അവർ ഏൽപ്പിച്ചു തന്നാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലാം. ഇല്ല, അവരെ ഏൽപ്പിക്കുകയല്ല, അതിന് പകരം അവരെ നീതീകരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഗിബെയോന്യരോട് നാം യുദ്ധം പ്രഖ്യാപിച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്യണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഗിബെയോന്യർക്കെതിരെ ഇസ്രായേൽ മുഴുവനും അണിനിരന്നു. 4 ലക്ഷം പടയാളികൾ ഈ ധാർമ്മികച്യുതിക്കെതിരെ അണിനിരന്നു എന്നാണ് പറയുന്നത്. കുറച്ചൊന്നുമല്ല, 4 ലക്ഷം പടയാളികൾ. അവരെല്ലാവരും വാള് എടുത്ത് അവർ യുദ്ധത്തിന് ഒരുങ്ങി ഗിബെയയിലേക്ക് പോയി. പക്ഷേ എന്താ പറ്റിയതെന്നറിയാമോ? ദൈവത്തോട് ആലോചനയൊക്കെ ചോദിച്ചിട്ടാണ് അവർ പോയത്. ഞങ്ങൾ യുദ്ധത്തിന് പോകണോ, ദൈവം പോകാനൊക്കെ പറഞ്ഞു. പക്ഷേ ആദ്യ ദിവസം ഇസ്രായേലിൽ 25,000 പേര് പെട്ടുപോയി. 25,000 പേര് പെട്ടു. ദൈവത്തോട് ആലോചന കഴിച്ചിട്ട് തന്നെയാണ് അവർ പോയത്. എന്നിട്ടും ഇത്രയധികം ജനം എങ്ങനെ പെട്ടുപോയി എന്നുള്ളത് അവർക്ക് വലിയ പ്രയാസമുണ്ടായി. അവർ രാത്രി കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവർ പോയി. പിറ്റേ ദിവസം 18,000 പേര് ചത്തു വീണു. 18,000 പേര്. എന്തുകൊണ്ട് ഈ ആളുകൾ കൊല്ലപ്പെടുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു ചോദ്യമാണ്. കാരണം ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച ശേഷമാണ് അവർ പോയത്. ദൈവം പറഞ്ഞിട്ടാണ് അവർ പോയത്. നീചമായ ഒരു പാപത്തിനെതിരെ യുദ്ധം ചെയ്യാനാണ് പോയത്. എന്ന് മാത്രമല്ല, നീചത്വം ചെയ്തതായിരിക്കുന്ന ആളുകളെ ഏൽപ്പിച്ചു തന്നാൽ യുദ്ധം ചെയ്യുകയില്ല എന്നും അവർ പറഞ്ഞതാണ്. അതൊന്നും അവർ സമ്മതിച്ചില്ല. അതുകൂടാതെ അവർ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ആദ്യത്തെ ദിവസം 25,000 പേരും രണ്ടാമത്തെ ദിവസം 18,000 പേരും പട്ടുപോകുവാനായിട്ട് ഇടയായി. എന്നാൽ വീണ്ടും അവർ ദൈവസന്നിധിയിൽ அதை അനുദപിച്ചു, ഉപവസിച്ചു, അവർ പ്രാർത്ഥിച്ചു, ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, പോകാൻ പറഞ്ഞു. അതെ, 3-ാമത്തെ ദിവസം ഇസ്രായേൽ മക്കളെ ബെന്യാമീന്യരെ ഒതുക്കി തുടങ്ങി. ബെന്യാമീന്യരിൽ 25,000 ആയുധപാണികളെ കൊന്നു. എന്ന് മാത്രമല്ല, പട്ടണത്തിലുള്ള സകലരെയും കൊന്നു. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന പട്ടണങ്ങളെല്ലാം തീ വെച്ച് നശിപ്പിച്ചു. നോക്കണം, ഒരുപക്ഷെ 1 ഡസൻ ആളുകളുടെ നീചത്തരമാണ്. 1 ഡസനോ 2 ഡസനോ ആളുകൾ പോയി കാണുമായിരിക്കും ആ ഭവനത്തിലേക്ക്. അവരായിരിക്കും ആ സ്ത്രീയെ ഭോഗിച്ച് കൊലപ്പെടുത്തിയത്. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് എത്ര പേരാണ്? ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു. സിൻ ഈസ് വെരി കോസ്റ്റ്ലി. പാപം എന്ന് പറഞ്ഞത് വളരെ കോസ്റ്റ്ലിയാണ്. അതിന് വളരെ വലിയ വില കൊടുക്കേണ്ടത് ആവശ്യമായി വരുന്നു. ഇസ്രായേൽ ജനം ബെന്യാമീന്യർക്ക് അതിന് അവസരം നൽകിയതാണ്. നീചകൃത്യം ചെയ്തവരെ പിടിച്ച് ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവർ കേട്ടില്ല, അവർ കൂട്ടാക്കിയില്ല. അവരുടെ ഗോത്രത്തിലെ ഒരാളെ, അത് പാപം ചെയ്തവനായാലും അല്ലെങ്കിലും ഒരാളെ കൊല്ലുവാൻ അവർ അനുവദിക്കുകയില്ല എന്ന മട്ടാണ്. ഞങ്ങളെ ആളുകൾ പാപം ചെയ്യും, പക്ഷേ അത് നിങ്ങൾക്കെന്താ എന്ന മട്ടിലാണ്. പാപത്തെ നീതീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നന്മ വരികയില്ല. ദൈവത്തിൻ്റെ സഹായം അവർക്ക് ഒരിക്കലും വരികയില്ല. എത്ര ഭയങ്കരമായ ഫലമാണ് ഉണ്ടായത്. പാപം വളരെ വില കൊടുക്കേണ്ടി വരും എന്നുള്ള സത്യം നാം എപ്പോഴും ഓർക്കണം. അതൊരു സമൂഹത്തെ മുഴുവൻ ഗ്രസിക്കുന്ന കാര്യമാണ്. പാപത്തെ ഒരിക്കലും നീതീകരിക്കുവാനായിട്ട് പാടില്ല. ഒഴിവാക്കാവുന്നതൊക്കെ നാം ഒഴിവാക്കണം. പാപത്തിന് നേരെ നാം വളരെ കഠിനമായിരിക്കുന്നൊരു സ്റ്റാൻഡ് എടുക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ട് ഇസ്രായേലിൽ 43,000 ആളുകളെ പെട്ടുപോയി എല്ലാം കൂടെ? എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു ഗോത്രമില്ലാതെയാവുകയാണ് ഇസ്രായേലിൽ. അപ്പോൾ മരണത്തിൻ്റെ ദുഃഖവും നഷ്ടവും ഇസ്രായേൽ മക്കളും
ഒന്ന് അനുഭവിച്ചറിയണം. ഇസ്രായേലിലെ 11 ഗോത്രങ്ങളിൽ നിന്നാണ് 43,000 ആളുകൾ പോയത്. എന്നാൽ ഒരു ഗോത്രം മുഴുവനുമാണ്, ബെന്യാമീൻ ഗോത്രം മുഴുവനുമാണ് നഷ്ടപ്പെട്ടത്. അവരുടെ പട്ടണങ്ങൾ തീ വച്ച് വീടുകൾ ചുട്ടുകളഞ്ഞു. അവരുടെ കണ്ണിൽ കണ്ടതിനെ എല്ലാവരും നശിപ്പിച്ച് കളഞ്ഞു. ബെന്യാമീനരുടെ പാപം മുഴുവൻ ഇസ്രായേലിൻ്റെയും പാപമായിട്ടാണ് ദൈവം കണ്ടത്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽപ്പെട്ടവരാണ് അവർ. ഇസ്രായേലിലുള്ള മറ്റ് 11 ഗോത്രക്കാർ ഇവരെക്കാൾ നീതിവാന്മാരായിരുന്നു എന്ന് വിചാരിക്കാനൊന്നും ന്യായമില്ല. അവരുടെയിലും പാപമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കും അവരുടെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അനുദപിക്കുവാനും ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും ഒരു അവസരം ദൈവം കൊടുത്തു. തീർച്ചയായിട്ടും ദൈവം നീതിമാനാണ്. ദൈവം തൻ്റെ നീതി നടപ്പാക്കുമ്പോൾ നീതിപൂർവ്വം മാത്രമേ അത് നടപ്പാക്കൂ. അപ്പോൾ ഇസ്രായേലിലെ ഒരു ഗോത്രത്തിന് വരുന്നതായിരിക്കുന്ന താഴ്ചയും അവർ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖവും ഇസ്രായേൽ മക്കളും അറിയണം, അനുഭവിക്കണം. ഇരുവായ്ത്തലയുള്ള വാൾ അപ്പുറവും ഇപ്പുറവും വെട്ടുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വശം മാത്രമല്ല, അത് ബെന്യാമീനെ മാത്രമല്ല, ഇസ്രായേൽ മക്കളെയും വെട്ടി. നാം പാപം ചെയ്യുമ്പോൾ ഈ സത്യം എപ്പോഴും ഓർത്തിരിക്കണം. പാപത്തിൻ്റെ ശമ്പളം ആക്റ്റീവായിട്ട് ഇടപെടാത്തവരും പങ്കുവെക്കേണ്ടതായിട്ട് വരും. കാരണം സോഷ്യൽ ഈവിൾ, ഒരു സാമൂഹ്യ അനീതിയാണിത്, തിന്മയാണിത്. സാമൂഹ്യ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ വാൾ അവിടെയും ഇവിടെയും നഷ്ടം വരുത്തും എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പാപത്തെ നാം ഒരിക്കലും സ്നേഹിക്കരുത്. പാപത്തെ നാം ഒരിക്കലും ന്യായീകരിക്കരുത്. ഈ ഗിബെയോന്യർ എന്താണ് ചെയ്തത്? ഇസ്രായേൽ മക്കൾ അവരുടെ അടുക്കൽ വന്ന് അവരുടെ സമാധാനം പറഞ്ഞു. ഈ നീചപാപം ചെയ്തതായിരിക്കുന്ന ആളുകളെ ആരാണ് നിങ്ങൾക്കറിയാം. അവരെ നിങ്ങൾ പിടിച്ചു തന്നാൽ മതി, ഞങ്ങൾ അവരെ ശിക്ഷിക്കും. നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു, ജീവിക്കാം. പക്ഷേ ബെന്യാമീനർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ ആളുകളുടെ പാപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാര്യം എന്ന മട്ടിലാണ്. ഞങ്ങളെ ഒരാളിനെ തൊടാൻ സമ്മതിക്കില്ല എന്ന മട്ടിലാണ്. എന്നാൽ ദൈവം നീതിമാനാണ്. കാരണം ബെന്യാമീനർ മുഴുവൻ ചാകുകയും ഇസ്രായേൽ ഒരാൾ പോലും മരിക്കുകയും ചെയ്യാതിരുന്നാൽ ബെന്യാമീൻ അനുഭവിക്കുന്നതായിരിക്കുന്ന ദുഃഖവും ഖേദവും എത്ര ഭയങ്കരമാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം അവരുടെ ഇടയിലും ചില ആളുകളെ കൊല്ലപ്പെടുവാനായിട്ടിടയായി. പാപത്തിന് ശിക്ഷ വിധിക്കുന്നതായിരിക്കുന്ന സമയത്ത് നാം ഓർക്കണം, മറ്റുള്ളവരുടെ പാപത്തെ അതികഠിനമായി നാം ശിക്ഷിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പാപമുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? വിധിക്കുന്ന വിധി കൊണ്ട് നാം വിധിക്കപ്പെടുമെന്നാണ്. വിധിക്കുന്ന വിധി കൊണ്ട് നാം വിധിക്കപ്പെടും. അളക്കുന്ന അളവ് കൊണ്ട് നമുക്ക് വളർന്നു കിട്ടും. ഈ ബെന്യാമീനരുടെ ജീവിതത്തിലെ പാപത്തെ ശിക്ഷിക്കുവാനായിട്ട് വന്നതായിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചൊന്നും അവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും ആളുകൾ മരിച്ചപ്പോൾ ദൈവം തീർച്ചയായിട്ടും ഇസ്രായേലിലെ 11 ഗോത്രങ്ങൾക്കും തങ്ങളുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചും ഒന്ന് പരിശോധിച്ച് ഏറ്റുപറയുവാൻ ഒരവസരം ദൈവം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നാണ്. ആ പ്രമാണം ദൈവം എന്നും സൂക്ഷിച്ചിട്ടുള്ള ഒരു പ്രമാണമാണ്. ഇന്ന് ഇപ്പോൾ തെറ്റ് ചെയ്യുന്നവരെ മരണശിക്ഷ നൽകുവാനായിട്ട് നമ്മൾക്ക് അനുവാദമില്ല. അത് ഗവൺമെൻറ്റിനുള്ളതാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വാള് ദൈവം കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് കയ്യിലാണ്. തിന്മ ചെയ്യുന്നവരുടെ ശിക്ഷയ്ക്കായിട്ട് ദൈവത്തിൻ്റെ പ്രതികാരകനായിട്ട് ദൈവം അവനെയാണ് നിയമിച്ചിട്ടുള്ളത്. പക്ഷേ പാപത്തെ പാപമായി നാം കാണണം. നമ്മുടെ മധ്യത്തിൽ പാപം ചെയ്ത ആളുകളെ നാം നീതീകരിക്കരുത്, അവരെ സംരക്ഷിക്കരുത്. അവരെ ദൈവവചനപ്രകാരം കൈകാര്യം ചെയ്യണം. ദൈവവചനപ്രകാരം നൽകേണ്ട ശിക്ഷ അവർക്ക് നൽകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യാതെ ഇരുന്നാൽ അത് നമ്മുടെ സമൂഹത്തെ മുഴുവനും ബാധിക്കുന്നതാണ്. ഈ ഗിബെയോന്യരുടെ പാപം ഭയങ്കരമായ പാപമായിരുന്നു. അവരുടെ ചെറുപ്പക്കാരെല്ലാം കൊല്ലപ്പെട്ടു. അവരുടെ ജനസംഖ്യ തുറന്നുള്ള വർഷങ്ങൾ തീരെ ഇല്ലാതെയാകുമായിരുന്നു. കാരണം അവരിൽ പലർക്കും ഭാര്യമാരില്ലാതെയായി. അവരുടെ സ്ത്രീകളുണ്ട്, ധാരാളം സ്ത്രീകളുണ്ട് അവർക്ക്. പക്ഷേ അവരെ ഭർത്താക്കന്മാരൊക്കെ കൊല്ലപ്പെട്ടു. അതുപോലെ ശേഷിക്കുന്നതായിരിക്കുന്ന കുറച്ച് ജനമേ ഉള്ളൂ. തീ വെച്ച് ചുട്ട് പട്ടണങ്ങളെ നശിപ്പിച്ചപ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരോട് കരുണ തോന്നി. അവർക്ക് വീണ്ടും ഭാര്യമാരെ കൊടുക്കുകയും അവരെ ജനസംഖ്യ വർദ്ധിച്ച് അവർ വീണ്ടും പെരുകയും ചെയ്തതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പാപം ഭയങ്കരമാണ്. പാപത്തെ പാപമായി കണ്ട് തിന്മയെ തിന്മയായി കണ്ട് വെറുക്കുവാനും ശിക്ഷ നൽകേണ്ടിടത്ത് ശിക്ഷ നൽകുവാനും നാം ഒരുങ്ങണം. ഇല്ലെങ്കിൽ അത് ഒരു ദേശീയ ദുരന്തമായിട്ട് തന്നെ മാറുമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ലോകത്തിലെ നോക്കിയാൽ ഇന്നൊരു ദേശീയ ദുരന്തമല്ല, അതൊരു സാർവത്രിക ദുരന്തമായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പാപങ്ങൾ, ലൈംഗിക പാപങ്ങൾ വളരെയധികം പെരുകിയിരിക്കുന്നൊരു കാലമാണ്. അങ്ങനെ വരാതെ ഇരിക്കുവാനായിട്ട് നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ ഭവനങ്ങളെ, നാം താമസിക്കുന്നതായിരിക്കുന്ന ദേശങ്ങളെ, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകളെ നാം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പാപത്തെ വെറുത്ത് ജീവിക്കുവാൻ തക്കവണ്ണം
ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഇന്ന് രാവിലെ പാപത്തിൻ്റെ ഭയങ്കരതയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു. ബെന്യാമീന്യരിൽ വലിയൊരു സംഘം ആളുകളെ മരിച്ചുപോയി. ഇസ്രായേൽ മക്കളിലും കർത്താവേ ആളുകൾ അവിടെയും കൊല്ലപ്പെട്ടതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. ആ നീചന്മാരെ പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുമായിരുന്നില്ല. എത്ര ഭയങ്കരമാണ് പാപത്തെ നീതീകരിക്കുന്നത്. എപ്പോഴും വളരെ തെറ്റാണ്, അത് വളരെ കോസ്റ്റ്ലിയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സഭകളിലും ഞങ്ങളുടെ ദേശങ്ങളിലും നീതിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തന്നാട്ട്, ഞങ്ങൾക്ക് സുരക്ഷിതം തന്നാട്ട്. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ കേൾക്കണമേ. ആമേൻ.